ഓം ശാന്തി. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ സ്വസ്വരൂപത്തെ കാണുന്നു. ഞാനൊരു ചൈതന്യ നക്ഷത്രമാണ്. എൻ്റെ തിളക്കം നാലു ഭാഗത്തും പ്രകാശം പരത്തുന്നു. ഞാൻ പ്രകാശ സ്വരൂപമാണ്. ആത്മസ്വരൂപത്തിന്റെ സ്മൃതിയിൽ ശരീരം വിസ്മൃതമാകുന്നു. ഞാൻ കേവലം ഒരു ചൈതന്യ നക്ഷത്രം. ഞാൻ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ശരീരത്തിൽ നിന്നും വേറിട്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എൻ്റെ അനാദി വീടായ പരമധാമത്തിലേക്ക് എത്തുന്നു. ഇത് ഉയർന്നതിലും ഉയർന്ന ധാമമാണ്. ഇവിടെ സർവത്ര സ്വർണ്ണച്ചുവപ്പുള്ള പ്രകാശത്തിന്റെ അലകളാണ്. ഇത് ശാന്തിയുടെ മഹാസാഗരമാണ്. അഖണ്ഡമായ ശാന്തി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പരംപിത പരമാത്മാ പരം ജ്യോതി ശിവബാബ ഈ പരമധാമ വീട്ടിൽ വിരാജമാനായിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ശിവബാബ ഉയർന്നതിലും ഉയർന്ന ധാമത്തിൽ വിരാജമാനാണ്. എൻ്റെ മനസ്സിലും ബുദ്ധിയിലും കേവലം ശിവബാബയും പരമധാമവും മാത്രം. എൻ്റെ ബുദ്ധി ഇവിടെ ചേർത്തിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിൽ ബുദ്ധി കുടുക്കി വച്ചിരിക്കുന്നു. ബുദ്ധി നിരന്തരം ഈ ലോകത്തിലാണ്. ഇതാണ് എൻ്റെ ഓർമ്മയുടെ യാത്ര. ഞാൻ ഈ ഓർമ്മയുടെ യാത്രയിൽ മസ്തനായിരിക്കുന്നു. ഞാൻ ബാബയുടെ ശക്തിയാൽ സമ്പന്നമാകുന്നു. ജ്യോതിർമയ ശിവബാബയുടെ ജ്യോതി എന്നെ കൂടുതൽ പ്രകാശമയമാക്കുന്നു. ഓരോ ശ്വാസത്തിലും ബാബയുടെ ഓർമ്മയുടെ അനുഭവമാണ്. കേവലം ഞാനും എൻ്റെ പ്രിയ ബാബയും. മനസ്സിലും ബുദ്ധിയിലും കേവലം ബാബയും പരമധാമവും. ഞാൻ നിരന്തരം ഓർമ്മയുടെ യാത്രയിലിരിക്കുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. മധുരമായ ബാബയെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പാവനമായി മാറുന്നു. ബാബ വന്നിരിക്കുന്നത് എനിക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നതിനാണ്. വിനാശത്തിന്റെ സമയം അടുത്തു വരുമ്പോൾ ബാബ വന്നു എന്ന്
എല്ലാവരും അറിയും. പഴയ ലോകത്തിന്റെ വിനാശവും പുതിയ ലോകത്തിന്റെ സ്ഥാപനയും സാക്ഷാത്കാരത്തിലൂടെ കാണും. സന്യാസിമാർക്കും രാജാക്കന്മാർക്കും ജ്ഞാനം ലഭിക്കും. വളരെ പേർ വരും. പത്രത്തിലൂടെ സന്ദേശം ലഭിക്കും. കുട്ടികൾ ആത്മാഭിമാനിയായി മാറിക്കൊണ്ടിരിക്കും. അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യും. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കും. ഇതാണെന്റെ ഓർമ്മയുടെ യാത്ര. ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പതിതത്തിൽ നിന്നും പാവനമായി മാറുകയാണ്. ഈ സമയം ആത്മാഭിമാനിയായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. തീവ്രഗതിയിൽ മുഴുകി മുന്നോട്ടു പോകുന്നു. ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. പിന്നീട് വിഷ്ണുവിന്റെ മാലയിൽ കോർക്കപ്പെടണം. ആദ്യം രുദ്രമാലയിൽ കോർക്കപ്പെടുന്നു. ഞാൻ ഈശ്വരീയ മിഷനറിയാണ്. ഒരു ബാബയെ ഓർമ്മിക്കുന്നു, രണ്ടാമതാരുമില്ല. വീട്ടിലേക്ക് പോകും, വീണ്ടും പുതിയ ലോകത്തിൽ വരും. ആത്മാവിലെ ആദ്യം മുതൽക്കുള്ള മുഴുവൻ പാർട്ടുകളും ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഇതും അവസാനിക്കും. സത്യുഗത്തിൽ എന്താണോ പാർട്ടുള്ളത് അത് നടക്കും. കർമ്മക്കണക്കുകൾ തീരും. റെക്കോർഡുകൾ പൂർത്തിയാകും. ഏറ്റവും കൂടുതൽ പാർട്ട് നമ്മളുടേതാണ്. അതുകൊണ്ട് ബാബ സമ്പത്തും ഉയർന്നത് നൽകുന്നു. ഞാൻ വളരെ പേരെ തനിക്ക് സമാനമാക്കാനുള്ള സേവനം ചെയ്യുന്നു. ഞാൻ ആത്മീയ സേവയിലാണ്. എല്ലാവരെയും രാവണന്റെ ചങ്ങലയിൽ നിന്നും മുക്തമാക്കുന്നു. മൃത്യുലോകത്തിൽ നിന്നും മാറി അമരലോകത്തിലേക്ക് പോകാൻ ഞാൻ നന്നായി പുരുഷാർത്ഥം ചെയ്യുകയാണ്. നല്ല പദവി നേടണം. ബാബയെ സ്നേഹിക്കണം. ബാബ സ്നേഹിയിലും സ്നേഹിയാണ്. സ്നേഹത്തിന്റെ സാഗരനാണ്. സേവനത്തോട് താല്പര്യമുള്ളവർ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കും. മുന്നോട്ടു പോകവേ സാക്ഷാത്കാരം ലഭിക്കും. ശക്തിശാലികളായ സേവാധാരികൾ ഒരിക്കലും വിശന്നു മരിക്കില്ല. ഞാൻ ഇവിടെ വനവാസത്തിലിരിക്കുന്നു. അവിടെ സുഖം ലഭിക്കുന്നു. അതാണ് എൻ്റെ സുഖധാമം. മാലയിൽ കോർക്കപ്പെടുന്നതിനായി ദേഹി അഭിമാനിയായി തീവ്രഗതിയിൽ ഓർമ്മയുടെ യാത്ര ചെയ്യുന്നു. ബാബയുടെ ആജ്ഞാനുസരിച്ച് പാവനമാകുന്നു. അന്തിമത്തിലെ നിലവിളി കേൾക്കുന്നതിന് മഹാവീരനാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു.
ബന്ധനങ്ങളുടെ ചങ്ങലകളെ പൊട്ടിച്ച് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സത്യമായ സൂക്ഷിപ്പുകാരനാകുന്നു. ട്രസ്റ്റിയായിരിക്കുന്നത് തന്നെയാണ് നിർബന്ധന സ്ഥിതി. ഏതെങ്കിലും എന്റേതെന്ന ഭാവമുണ്ടെങ്കിൽ ബന്ധിക്കപ്പെടും. കൂട്ടിലെ പക്ഷിയിൽ നിന്നും ഫരിസ്തയാകുന്നു. മനസ്സിന്റെ ബന്ധനം പോലുമില്ല. മറുജീവയായ എല്ലാവിധ ബന്ധനങ്ങളും സമാപ്തമാകും. സദാ ജീവൻ മുക്തി സ്ഥിതിയുടെ അനുഭവമുണ്ടാകും. സങ്കല്പങ്ങളെ മിച്ചം വെക്കൂ. അപ്പോൾ സമയം, വാക്ക് എല്ലാം സ്വതവേ മിച്ചമാകുന്നു. ബാബ സൂചന നൽകുന്നു. കർമ്മത്തിന്റെ ഏതൊരു ബന്ധനത്തിന്റെയും സ്പർശമുണ്ടാകരുത്. ഫലത്തിന്റെയും സ്പർശമുണ്ടാകരുത്. തികച്ചും വേറിട്ട അനുഭവം ചെയ്യൂ. നിമിത്തമാകുന്നതിലും വേറിട്ട സ്ഥിതിയുടെ അനുഭവമായിരിക്കണം. എന്തെല്ലാം കഴിഞ്ഞു പോയോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർമോഹിയാകൂ. ഓം ശാന്തി.